ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഉന്നക്കായൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ചസാരയോ ശർക്കരയോ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 3 പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ നമുക്ക് പച്ചക്ക് കഴിക്കാൻ പാകത്തിനുള്ള പഴുപ്പായ പഴമാണ് വേണ്ടത്. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തത്. 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്, ഡേറ്റ്സ്, ഫിഗ്, ബദാം, അണ്ടിപ്പരിപ്പ്, കുറച്ച് വാൾനട്ട്സും കുറച്ച് റൈസിൻസും. ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കുറച്ച് നേരം ഒന്ന് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഒരുപാട് മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു നെയ്യിൻ്റെ ടേസ്റ്റും ഒരു റോസ്റ്റ് ചെയ്താൽ കുറച്ചും കൂടി നട്ട്സൊക്കെ കഴിക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇതേപോലെ ചെറുതായിട്ട് നുറുക്കി ഇട്ട് കൊടുത്താലും ഒരു കുഴപ്പമില്ല. കുറച്ച് ഏലക്കായൻ്റെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി മാറ്റി വെക്കാം. പഴം ഞാൻ മൈക്രോവേവിൽ പുഴുങ്ങിയെടുത്തതാണ്. എങ്ങനെ വേണമെങ്കിലും പുഴുങ്ങിയെടുക്കാം. ഇനി അതൊന്ന് ഉടച്ചെടുക്കണം. പഴം മൈക്രോവേവിൽ എങ്ങനെ പുഴുങ്ങുക എന്നുള്ളത് നേരത്തെ ഒരു റെസിപ്പിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതേപോലെ സ്മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഉടച്ചെടുക്കാം. പഴത്തിൻ്റെ പഴുപ്പ് നല്ല കറക്റ്റായി കിട്ടിയാൽ നല്ല ഉന്നക്കായ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് പഞ്ചസാര ചേർക്കാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം മധുരമുള്ള പഴം എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. മധുരത്തിനായിട്ട് ഡേറ്റ്സാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഡേറ്റ്സ് എല്ലാവരും ചേർക്കണം. ബാക്കി ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് ചേർക്കാം. തേങ്ങൻ്റെ അളവും ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഉടച്ചതിന് ശേഷം ഒന്ന് കൈവച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടും. പഴത്തിൻ്റെ ഉള്ളിലെ കറുത്ത ഭാഗം ഒഴിവാക്കണമെങ്കിൽ അത് ഉടച്ചെടുക്കണ മുന്നേ തന്നെ ഒഴിവാക്കിയാൽ മതി. ഞാനത് ഒഴിവാക്കിയിട്ടില്ല. ആവശ്യത്തിനുള്ള വലുപ്പത്തിനുള്ള ബോളാക്കിയിട്ട് എടുക്കാം. ഈ ഒരളവിൽ 5 ഉന്നക്കായാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷമാണ് ഞാൻ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഫില്ലിങ് എത്ര അധികം ആവശ്യമില്ല ഈ 5 എണ്ണത്തിന്. ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഷേപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. നോമ്പിന് എല്ലാവരും ഉണ്ടാക്കുന്നൊരു സ്നാക്ക് തന്നെയാണ് ഉന്നക്കായ. എന്നാലും ഇതേപോലെ ഫില്ലിങ് വെച്ചാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് പഞ്ചസാര കഴിക്കാത്തവരുണ്ട്, പഞ്ചസാര കഴിക്കാൻ പറ്റാത്ത അസുഖത്തിൻ്റെ ഭാഗമായിട്ട് കഴിക്കാത്തവരുണ്ട്. അങ്ങനത്തെവർക്കൊക്കെ ഈ ഒരു ഉന്നക്കായ കഴിക്കാൻ പറ്റും. ഒരുപാടൊന്നും കഴിച്ചില്ലെങ്കിലും ഒന്നെങ്കിലും കഴിക്കാം. എല്ലാം ഇതേപോലെ ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യിലോ ഓയിലോ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതിനനുസരിച്ച് ചെയ്യാം. നെയ്യാണെങ്കിലും ഒരുപാട് നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു 2 ടീസ്പൂൺ നെയ്യ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അളവിൽ ഉള്ളത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നെയ്യ് കുറച്ച് ബാക്കിയാവും എന്തായാലും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. ഫ്ലെയിം കൂട്ടി വെച്ചാൽ ചിലപ്പം കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ. എല്ലാ സൈഡും തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കാവുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ കളർ മാറി മാറി വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് പണിയൊന്നുമില്ല. ഉണ്ടാക്കിയിട്ട് ഫില്ല് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും നമുക്ക് 2-3 ദിവസമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും.
എല്ലാ സൈഡും മൂപ്പിച്ചെടുക്കണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നെയ്യിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇതേപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്, നല്ല ഫില്ലിങ്ങും ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഉന്നക്കായാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.